ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ കാപ്പിക്കുള്ള പരിപാടിയാണ്. ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കിയത്. നല്ല എരിവുണ്ടായിരുന്നു. കിച്ചൂടിനാണ് ഇച്ചിരി കൊടുത്തു. പിന്നെ എരിവൊക്കെ ആശാൻ ഇഷ്ടമായതുകൊണ്ട് വലിയ കിച്ചൂരാണെങ്കിൽ ഇപ്പൊ അവൻ ഉണ്ടാക്കുന്ന ഫുഡുകളൊന്നും വേണ്ട, നമ്മൾ എന്താണോ കഴിക്കുന്നത് ആ ഫുഡിനോടാണ് ആൾക്ക് താല്പര്യം. അങ്ങനെ കിച്ചൂന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ദേ കഴിക്കാൻ വേണ്ടി ഇന്ന് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാനും ലേറ്റ് ആകും. എന്നും ഓർക്ക് നേരത്തെ എഴുന്നേറ്റ് പണിയൊക്കെ തീർക്കണമെന്നും ഒരിക്കലും നടക്കാറില്ല. നീ മിക്കവാറും എന്റെ നേരത്തെ എണീക്കലൊക്കെ കിച്ചൂട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ശരിയാകും. കിച്ചൂടിന് നേരത്തെ ഫുഡ് കൊടുത്താൽ നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് മേശപ്പുറത്തോട്ട് കുറേ ഇരിപ്പുണ്ട്. അങ്ങോട്ട് ചൂണ്ടി ഇങ്ങോട്ട് ചൂണ്ടി അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല. പിന്നെ കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫുൾ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പിടിക്കലാണ് നമ്മുടെ പരിപാടി. അങ്ങനെ രാവിലത്തെ കഴിക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് എന്ന പരിപാടിയിലേക്ക് കിടക്കും. കിച്ചുണ്ണാണെങ്കിൽ എണീറ്റിട്ടുള്ള ഉറക്കത്തിലാണ്. ആ ടൈം കൊണ്ട് ഞാൻ വീടെല്ലാം നല്ലപോലെ വൃത്തിയാക്കി. എന്തേരെ വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ അവൻ എണീറ്റ് കുറച്ച് കഴിയുമ്പോൾ എല്ലാം പഴയ പോലെയാക്കും. അതിന് 5 മിനിറ്റ് പോലും വേണ്ട. എന്നാലും വൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ക്ലീനിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള മീൻ കറിയും സെറ്റ്. ഇത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കണിക്കുന്നതാണ്. എന്തുമാത്രം പൂവാൻ നോക്ക്, ഇലയില്ല, ഫുള്ള് പൂവാണ്. എന്തായാലും വെയിലത്ത് നല്ല ഉണങ്ങി നിന്നപ്പോൾ ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം പൂ കാണത്തില്ല. എന്തായാലും ടൈം ആയപ്പോഴത്തേക്ക് നല്ല പൂത്തൊളഞ്ഞ് നിൽക്കുക. കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ. പണ്ടൊക്കെ നമ്മുടെ കണിക്കുന്ന വിഷുവിന്റെ ആ ടൈമിൽ മാത്രമേ കാണാറുള്ളൂ. ഇപ്പം എല്ലാ മാസവും കണിക്കുന്ന പൂവുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള ഫുഡിങ്ങിലേക്ക് കഴിഞ്ഞ് എന്റെ കറികൾ ഞാൻ തന്നെ ആസ്വദിച്ച് കഴിക്കും. ഞാനും കഴിച്ചു. ഉണ്ണേനും ഫുഡ് കൊടുത്തു, കുഞ്ഞാപ്പയ്ക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ നിന്നപ്പോഴാണ് ദേ ഒരു ഹെലികോപ്റ്റർ പോകുന്നു. ഇവിടെ എപ്പോഴും കേൾക്കാം കേട്ടോ ഹെലികോപ്റ്റർ, വിമാനത്തിന്റെ എല്ലാം വെച്ച്. എയർപോർട്ട് തൊട്ടടുത്തോണ്ട് എപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. പണ്ടൊക്കെ എൻ്റെ വീട്ടിലായ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും കാണുമ്പോൾ നമുക്കൊരു അതിശയം വരും. ഞങ്ങൾ ഓടിപ്പോയി മുറ്റത്തിറങ്ങിയെന്ന് നോക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ കണ്ട് മടുത്തു. എന്നാലും കാണുമ്പോൾ ഒന്ന് നോക്കണമെന്നുള്ളൊരു ത്വര. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഈ വർക്കൗട്ട് ചെയ്യാനൊക്കെ. ഉണ്ണേടനാണ് എന്നെ ചേച്ചി ഇപ്പം ഞാൻ സെറ്റായത്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്ക് ഞാൻ സ്ഥിരം ചെയ്യുന്നു, വെറുതെയാണ്. ഒരിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ കുറേ നാൾ ചെയ്തില്ല. പിന്നെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. കണ്ടിന്യൂസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് കണ്ടില്ലേ, ഞങ്ങൾ എപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ഇറങ്ങിയാലും ഇതാണ് അവസ്ഥ. കിച്ചൂടിനാണെങ്കിൽ ഓടി വന്ന് പിന്നെ അവിടെ ഭയങ്കര പരിപാടികളാണ് ആശാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ ഉണ്ണേട്ടനൊരു തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോയി. കിച്ചൂണിനാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ തന്നെ ജ്യൂസ് വേണം. വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണോ എന്നുള്ള സംശയമാണ് ആൾക്ക്. അതുകൊണ്ട് അതിൽ തന്നെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ കഴിഞ്ഞ് കുളിക്കുന്നതിന് മുന്നേ കുറച്ചു നേരം വെള്ളത്തിൽ കളിക്കാൻ വിട്ടു. ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് വെള്ളത്തിൽ കളി. അല്ലാതെ ബാത്റൂമിൽ കയറ്റിക്കഴിഞ്ഞ് ഒരു കാരണവശാലും ബാത്റൂമിൽ ഇറങ്ങുമല്ലോ. ഭയങ്കര കരച്ചിലായി ബഹളമായി. ഇങ്ങനെ കുറച്ചു നേരം കളിപ്പിച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നുള്ളൂ. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം.
കുളിയും പരിപാടിയും എല്ലാം കഴിഞ്ഞിരുന്നത്തേക്കാണ് നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് വന്നത്. പിന്നെ കുറെ നേരം അവരോട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പത്തേക്ക് ഇതേ അച്ഛൻ വെള്ളം കുടിക്കാൻ എടുത്ത് പോകണമെങ്കിൽ കിച്ചൂട്ടിനും വേണം. അത് പിന്നെ നമ്മൾ എന്തെടുത്താലും ആശാനൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തരൂല്ലോ, ഗ്ലാസ്സിലേക്ക് അങ്ങ് ഇറുക്കി പിടിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദിയുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു, ലവ് യു ഗൈസ്.